ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും താജ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കാനോ വലിയവർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാനോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശരിക്കും ബിരിയാണിയുടെ സെയിം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1/2 കിലോ അരിയും 6 കോഴിമുട്ടയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ 4 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി പീസ് ഇതെടുത്തേക്കണത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്ന പൊട്ടിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഓയിൽ എന്താണെന്ന് അറിയാമോ, കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ആ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ സവാള മൊരിച്ച ഓയിലില്ലേ നല്ല ഫ്ലേവറായിരിക്കും. നമ്മൾ ഇറച്ചിക്കറി തയ്യാറാക്കുമ്പോഴോ മുട്ടക്കറി തയ്യാറാക്കുമ്പോഴൊക്കെ അത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടയില്ലേ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിലിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊരു 6 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുത്തതാണ്. അത് നമുക്ക് അതിലോട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് അധികം നേരം പുഴുങ്ങിയെടുക്കരുത്. ഒരു 5 to 8 മിനിറ്റിനുള്ളിൽ തന്നെ മുട്ടയുടെ വേവ് നമ്മൾ അവസാനിപ്പിക്കണം. അതേമാതിരി തന്നെ ഈ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് നേരം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗമില്ലേ വൈറ്റ് പാർട്ട് മുട്ടയുടെ വെള്ള അതിങ്ങനെ റബ്ബർ പോലെയാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഈ മുളകൊന്നും ഇതിലോട്ട് കോട്ടായി കിട്ടണം, അത്രേ വേണ്ടൂ കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അത് മാറ്റിയെടുക്കാം. ഇതേ മസാലയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ഏലക്കായും 4 കറിയാമ്പും ഒരു ചെറിയ പീസ് പട്ടയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പട്ട ഗ്രാമ്പൂൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എണ്ണയിലിട്ട് ഇറങ്ങണം കേട്ടോ. ഈ ഓയിലിലേക്ക് 2 സവാള നേരിയതാക്കി അരിഞ്ഞെടുത്താണ് കേട്ടോ. മീഡിയം സൈസ് സവാളയാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരണേ. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോഴാണ് നമ്മൾ 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. നല്ല പഴുത്ത 2 തക്കാളി മതി കേട്ടോ. കുറഞ്ഞ ചേരുവ മതിയെന്ന് 2 സവാള 2 തക്കാളി ഇത്രയൊക്കെ മതി ഇതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളിയുടെ പച്ചമണം പോകണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴണ്ടിട്ട് വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് റൈസിന് നല്ലൊരു മണം കിട്ടുള്ളൂ. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം മല്ലിയിലും പുതിനയൊക്കെ ഇത്ര തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിവിടെ ഇറച്ചി ഇല്ലാണ്ടാണ് ബിരിയാണി തയ്യാറാക്കണത്. എന്നാലോ ബിരിയാണിയിൽ യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ മസാലകളൊക്കെ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് 1/4 കപ്പ് തൈരില്ലേ അതൊന്നൊരു അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും ഊറ്റിയെടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് തൈര് ചേർത്ത് കൊടുക്കുമ്പോഴേ ഫ്ലെയിം ഫുള്ളായിട്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കാം കേട്ടോ. ആ ബിരിയാണി മസാലയുടെ വീഡിയോ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മസാല പരട്ടി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ലോ ഫ്ലെയിമിൽ ഒരു കുറച്ച് നേരം ഈ മസാലകളൊക്കെ മുട്ടയിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കപ്പോൾ ഈ മസാല ഒക്കെ മുട്ടയിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് മുട്ട എടുത്ത് മാറ്റാം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് റൈസ് ഇട്ട് വേവിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഈ മുട്ട അതിൽ കിടക്കുമ്പോൾ അത് മുട്ട ഓവർ കുക്കായി പോകും. അപ്പോൾ ഇതിൻ്റെ വലിയ മസാലയൊക്കെ ഇപ്പോൾ ശരിക്കും മുട്ടയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട എടുത്ത് മാറ്റാം. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4.5 ഗ്ലാസ് ചുടുവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മെഷർമെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിവിടെ ചേർക്കുന്നത് ബർക്കത്തിൻ്റെ അരിയാണ് കേട്ടോ. ബർക്കത്തിൻ്റെ അരിയാണാകുമ്പോഴാണ് നല്ല വേവുള്ള അരിയാണിത്. അപ്പോൾ അതിൻ്റെ പേരിൽ അരി ഒരിക്കലും കുഴഞ്ഞു പോവുകയില്ല. അതേസമയം ജീരകശാലയാണെങ്കിൽ വെള്ളം ഇതിൻ്റെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഈ സമയത്ത് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണേ. അപ്പോഴേ അരിയിട്ട് വേവുന്ന സമയത്ത് ഉപ്പ് കറക്റ്റ് ആവുകയുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ചുടുവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ കുതിർത്തി വെച്ച ബർഗത്തിൻ്റെ 1 കിലോ റൈസാണ് കേട്ടോ, 2 ഗ്ലാസ് അരി അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ വെള്ളം നമ്മൾ ചേർക്കണത് 4.5 ഗ്ലാസ്സാണ്. പക്ഷേ ഒട്ടും വെന്ത് കുഴയൂല ബർഗത്തിൻ്റെ അരി ഇതിൻ്റെ പേരിൽ. ജീരകശാല അരിയോ ബസ്മതി റൈസൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് ആദ്യത്തെ നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണ വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക. ലാസ്റ്റ് ചോറൊക്കെ മുകളിൽ പൊന്തി വരുന്ന സമയത്ത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് ദമ്മിൽ വെക്കണം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് മുകളിലേക്ക് ചോറൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ വെള്ളത്തിൽ ഇന്നാൽ തന്നെ ദമ്മ് ചെയ്യുമ്പോൾ വെള്ളം ശരിക്കും കറക്റ്റായിട്ട് വറ്റുകയും ചെയ്യും, ചോറൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ട തയ്യാറാക്കി വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കൽ വളരെ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ, ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആകെ മുട്ടയൊക്കെ അടർന്നു പോരും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ദമ്മിൽ വെച്ചാൽ മതി കേട്ടോ. സൂപ്പറായിട്ട് വെന്തിട്ട് വരും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ടല്ല നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കേണ്ടി വരും. സെയിം അതേ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.